ഒരു ആക്ടർ നല്ല ലുക്ക് ഉണ്ടാവണം, നല്ല ബോഡി ഉണ്ടാവണം, ലൈക്ക് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെയായിരുന്നു. പിന്നെ നമ്മളെ കട്ടപ്പനയിലത്തെ ഋതിക് റോഷൻ കഴിഞ്ഞിട്ടാണ് ലൈക്ക് ആർക്ക് വേണമെങ്കിലും ഒരു നായകനാവാം. അവിടെ ആ താരം ഇത്രയും വലിയൊരു ആക്ടർ ഒന്ന് ക്യാമറ മാറ്റി വയ്ക്കുമ്പോൾ പോലും അവിടെ ഇരിക്കുക, ഒന്ന് ക്യാമറയിൽ പോകുന്നില്ല, അവിടെ ഇരിക്കുന്നു. 9 മണിക്ക് ഷൂട്ട് എന്ന് പറഞ്ഞാൽ 8:30 എത്തും. അത് മലയാള സിനിമയിലുള്ളവരൊന്ന് കണ്ടുപിടിക്കണമെന്ന് ആഗ്രഹിച്ചു. നമുക്ക് ഡ്രസ്സ് മാറുമ്പോൾ ആലടക്കി ഇടയിൽ കയറി വരും, ഒരു ഉളുപ്പൊന്നും ഇല്ലാണ്ട്. ആ എണ്ണങ്ങൾ കുറഞ്ഞു വരുമ്പോൾ ഒരു സങ്കടവും ഒക്കെ ഉണ്ടാകാറില്ലേ? അത്ര നാളും മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ്, പൃഥ്വിരാജ്. ക്യാരവാനിൽ പോലും ഇരിക്കില്ല. എൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, ക്യാരവാനിൽ ഇരുന്ന ഈ മോർച്ചറി കിടക്കുന്ന ഫീലാന്ന് പറഞ്ഞു. എല്ലാം ഈ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ ഫ്രണ്ടിൽ അവിടെ ഇങ്ങനെ ഒരു പുസ്തകം വായിച്ചോ അല്ലെങ്കിൽ ഫോൺ വന്നാൽ മറ്റേ ചെറിയ ഫോണില്ലേ നോക്കിയല്ല, ആ ഫോണ് വരെ അതിലെന്തെങ്കിലും സംസാരിക്കും, കട്ട് ചെയ്യും, പുസ്തകം വായിക്കും. അതിലത്തെ മെയിൻ ആക്ട്രസ് ഇങ്ങനെ ലിഫ്റ്റിൽ കയറുമ്പോൾ നമ്മൾ ഓൾറെഡി ലിഫ്റ്റിലുണ്ടാവും, കാണിക്കണില്ല, പക്ഷെ ലിഫ്റ്റിൽ ഇങ്ങനെ കയറി പിടിച്ചു. ആ സമയത്തേക്ക് മമ്മൂക്കനേലും ഈ സെയിം ബിഹേവിയർ. ഒരു ചെറിയ കാര്യം പറയട്ടെ, ദിവസവും ഒരു ചെറിയ തുക മാറ്റിവെച്ച് വലിയത് വാങ്ങണം. ഗാഡ്ജറ്റ് ആയാലും അപ്ലയൻസ് ആയാലും മൈജി സൂപ്പർ EMI, ചെറുതിൻ്റെ പവർ. നമസ്കാരം. ഇന്ന് എന്നോടൊപ്പമുള്ളത് 2018 ഇളയരാജ എന്നൊരു സിനിമയിലൂടെ ബാലതാരമായി 13-ാം വയസ്സിൽ സിനിമയിൽ കയറി പിന്നീടുള്ള യാത്ര വലുതായിരുന്നു. പല സിനിമകളിലും അഭിനയിച്ച് പോയി. പക്ഷെ ഒരു പ്രവാസിയാണ്, കുടുംബസമേതം പ്രവാസിയാണ്. ഇന്ദ്രജിത്താണ്. നമസ്കാരം. നമസ്കാരം സാർ. ഈ പറഞ്ഞ പോലെ ഒരു ബാലതാരമായിട്ട് തുടങ്ങി. യെസ്. ഇപ്പോൾ പൊങ്കാല എന്ന സിനിമയിൽ ഗംഭീര കഥാപാത്രം ചെയ്തിട്ടിരിക്കുന്ന ഒരു മുഹൂർത്തത്തിലാണ് താങ്കളുടെ ഒരു അഭിമുഖം എടുക്കണമെന്ന് ആഗ്രഹിച്ചത്. യെസ്. ഈ പൊങ്കാലയുടെ പല പരിപാടിക്ക് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, പ്രസ് മീറ്റ് ഉൾപ്പെടെ പങ്കെടുത്തു. പക്ഷേ താങ്കളെ കാണാൻ കഴിഞ്ഞില്ലായിരിക്കും. ലാസ്റ്റത്തെ പ്രസ് മീറ്റിൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. ലാസ്റ്റത്തെ പ്രസ് മീറ്റ് താങ്കൾ വരേണ്ടതായിരുന്നു. പക്ഷെ എനിക്ക് പരീക്ഷയൊക്കെ ഉണ്ടായ കാരണം മസ്കലിക്ക് പോകേണ്ടി വന്നു. തിരിച്ചുപോയി. യെസ്. റിലീസ് കഴിഞ്ഞിട്ട് പിന്നെയും തിരിച്ചുപോയി. അത് ഇങ്ങനെ പ്രവാസി ആകുമ്പോൾ അതിലൊരു ബുദ്ധിമുട്ട് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ ഷൂട്ടിന് സമയമാകുമ്പോൾ വരിക, അപ്പോൾ ക്ലാസ് കുറേ മിസ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കഷ്ടപ്പെട്ട് പഠിച്ചെടുക്കുക, പരീക്ഷയുടെ സമയമാകുമ്പോൾ പോവുക, തിരിച്ച് പരീക്ഷ എഴുതുക, അങ്ങനെ. അപ്പോൾ ആ കറക്റ്റ് സമയത്ത് പരീക്ഷയുടെ സമയം, അപ്പോൾ ഇത്തിരി നേരത്തെ പോയി. എന്ന് വെച്ചാൽ തീരെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ അതൊന്ന് പഠിച്ചെടുക്കാനായിട്ടൊന്ന് നമ്മൾ തന്നെ എഴുതണമല്ലോ അല്ലേ? നമ്മൾ തന്നെ എഴുതണമല്ലോ, ചോദിച്ച് മനസ്സിലാക്കാം. പഠിപ്പിച്ച ക്ലാസ് ഒക്കെ നോക്കി എഴുതണം, നമ്മൾ തന്നെ എഴുതണമല്ലോ അല്ലേ? അപ്പോൾ ഈ പ്രവാസി എന്ന നിലയിലേക്ക് സിനിമയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കേരളത്തിലുണ്ടെങ്കിലാണ് സിനിമകൾ കൂടുതൽ ചാൻസുകൾ കിട്ടും അല്ലേ? നമ്മളൊരു പ്രവാസിയാകുമ്പോൾ നമുക്ക് അത്രയും സമയം നാട്ടിൽ ചെലവഴിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയി, അങ്ങനെ പറയാം അല്ലേ? പക്ഷെ സിനിമ വലിയ ആഗ്രഹമാണ്, വലിയ പാഷനാണ് അല്ലേ? അല്ലെങ്കിൽ 13-ാമത്തെ വയസ്സിൽ സിനിമയിലേക്ക് എത്തണമെങ്കിൽ ഒരു ആഗ്രഹം കൊണ്ടും പിന്നെ പേരൻസിൻ്റെ സപ്പോർട്ട്. 100%. എൻ്റെ അച്ഛൻ്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒരിക്കലും, അച്ഛനെ മാത്രമല്ല എൻ്റെ ഫുൾ ഫാമിലി, അച്ഛനായാലും അമ്മയായാലും എല്ലാവരും അവരുടെ ഇമ്പോർട്ടൻസ് കളിച്ചിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. അത് കാരണം ഞാൻ ഇപ്പോൾ ഈ നിലയിൽ ഇവിടെ ഇരിക്കുന്നത്. ഇനി അങ്ങോട്ട് പോകുമ്പോഴും എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ചേട്ടന്മാരെ കാരണം തന്നെ അവരുടെ സപ്പോർട്ട് ഇല്ലാണ്ട് ഒരിക്കലും എടുത്തില്ല. ഈ ബാലതാരമായിട്ട് വന്നിട്ട് പിന്നീട് ഗ്യാപ്പുകൾ വരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മളൊന്ന് ടീനേജ് ആകുമ്പോഴാണ് പിന്നീട് അഭിനയിക്കാൻ വരുന്നത് അല്ലേ? അങ്ങനെ ഒരു ഗ്യാപ്പ് വരുന്നു. അങ്ങനെ കുറേ യാത്ര ഉണ്ടായിരുന്നല്ലോ. ആ സമയത്തൊക്കെ ആ സിനിമയിൽ പിന്നെയും എനിക്ക് ചെയ്യണം എന്നൊരു ആഗ്രഹം മനസ്സിലുണ്ടാവുമല്ലോ. ആ ആഗ്രഹങ്ങൾ എങ്ങനെയാണ് സഫർ ചെയ്തു പോയത്? അത് മെയിൻലി ലൈക്ക് ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ആയിട്ട് കുറച്ച് പടത്തിലൊക്കെ ഒന്നും ചെയ്തിട്ടുണ്ടായി. പക്ഷെ എന്നാലും ലൈക്ക് കോവിഡിന്റെ സമയത്തായിരുന്നു. അതിപ്പോൾ എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ടായൊരു ബ്രേക്ക് ആയിരുന്നു അത്. അന്ന് എനിക്ക് ശരിക്കും നല്ല ചെയ്യാനായിട്ട് നല്ല ആഗ്രഹം ഉണ്ടായി. എന്ന് വെച്ചാൽ വളർന്നു വരുന്ന സ്റ്റേജും എല്ലാം വെച്ച് നോക്കുമ്പോൾ പിന്നെ കറക്റ്റ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ലൈക്ക് ഇങ്ങനെ അടുപ്പിച്ചിങ്ങനെ സിനിമകളൊക്കെ ചെയ്ത നല്ല എക്സ്പീരിയൻസ് ഒക്കെ അതിൻ്റെ പീക്കായിരിക്കുന്ന സമയത്ത് ഈ ബ്രേക്ക് വന്നു, കോവിഡിൻ്റെ ബ്രേക്ക്. അപ്പോൾ എനിക്ക് ശരിക്കും നല്ല ആഗ്രഹം ഉണ്ടായി പോയി ചെയ്യാനായിട്ട്. പക്ഷെ അതിന് ശേഷം ഈ 2 വർഷം വീട്ടിൽ നിന്നിരുന്നിട്ട് കോൺഫിഡൻസ് നമ്മൾ ഇത്രയും പോകുമല്ലോ, അങ്ങനെ പോയി ഇരിക്കുകയായിരുന്നു. പക്ഷെ അങ്ങനെ വീണ്ടും ചെറിയ വേഷങ്ങളൊക്കെ കിട്ടി, പതുക്കേനെ മൊമെൻറ്റും കോൺഫിഡൻസും ഒക്കെ ഗെയിൻ ചെയ്ത് വന്നു. എന്നിട്ട് പിന്നെ ആഴി പറഞ്ഞ സിനിമയിൽ എനിക്ക് ലീഡായിട്ട് നമ്മുടെ ഇളയരാജയിലത്തെ ഡയറക്ടർ മാധു രാംദാസ് സർ എനിക്ക് ചാൻസ് തന്നു. അത് ചെയ്തു. അതിപ്പോൾ റിലീസിനായിട്ട് നിൽക്കുക. പിന്നെ പൊങ്കാല അതും ചെയ്തു. ഇപ്പോൾ എത്ര സിനിമയായി? ഇപ്പോൾ കുറച്ച്
11 ചെയ്തിട്ടുണ്ട്. ഈ പ്രായത്തിൽ ചെയ്തിട്ടുണ്ട് അല്ലേ? പക്ഷേ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്ന കഥാപാത്രങ്ങളുള്ളപ്പോഴാണ് നമ്മൾ അറിയുള്ളൂ. ഒരു സീനാണെങ്കിൽ ശ്രദ്ധിക്കപ്പെടണമെന്ന്. പൊങ്കാലയിൽ ശ്രദ്ധിക്കപ്പെട്ടു. ബാബുരാജിന്റെ അനിയനായിട്ട് വരുമ്പോൾ അത് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കഥാപാത്രമാണ്, ചർച്ച ചെയ്യപ്പെട്ട കഥാപാത്രമാണ്. ഇനിയിപ്പോൾ ഇറങ്ങാൻ പോകുന്ന സിനിമയും അങ്ങനെ ഒരു ലീഡ് കഥാപാത്രമാണ്. എത്രമാത്രം പ്രതീക്ഷ വെക്കുന്നുണ്ട്? നല്ല പ്രതീക്ഷ വെക്കുന്നുണ്ട്. പിന്നെ തമിഴും കൂടിയാണല്ലോ, അപ്പൊ അത് വേറൊരു ഇൻഡസ്ട്രി തന്നെയാണ്. അപ്പൊ അവിടെയും അങ്ങനെ ഒരു ഇത് വരുമ്പോൾ, അതും ശരത് കുമാർ സാറിന്റെ പോലത്തെ ഒരു ആക്ടറിന്റെ ഒരു ഓപ്പോസിറ്റ്, ലൈക്ക് അങ്ങനെ ഞാൻ അധികം പറയുന്നില്ല, പക്ഷെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ആൾക്കാർ എന്തെങ്കിലും ശ്രദ്ധിക്കും. അപ്പോൾ അതിന് നല്ല എക്സ്പെക്ടേഷൻസ് ഉണ്ട്. അതിന് സിനിമ റിലീസാകുമ്പോൾ നമുക്ക് എന്തിട്ടായാലും എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റില്ല. ഈ ആ തമിഴ്നാട്ടിൽ പോയി അഭിനയിക്കുമ്പോൾ ഉണ്ടായിരുന്നു വേറൊരു എക്സ്പീരിയൻസ് ആണ്. മലയാളത്തിൽ അഭിനയിക്കുന്നതല്ലേ, ഏറ്റവും വലിയ ആക്ടറിന്റെ ഇപ്പോൾ ശരത് കുമാർ സാറിന്റെ പേരും, അവിടെ നിന്ന് കിട്ടിയ ടിപ്സ് എന്തായിരിക്കും? അവിടെ എനിക്ക് ശരത് കുമാർ സാറെ കണ്ടിട്ട് എനിക്ക് കുറേ പഠിക്കാൻ പറ്റി. വേറെ ഒന്നല്ല, ഇപ്പോൾ ഈ ശരത് കുമാർ സാറ് ഇത്ര വെറ്ററൻ ആയിട്ടൊരു ലെജൻഡറി ആക്ടറാണല്ലോ, പക്ഷെ പങ്ക്ച്വാലിറ്റി, ആളുടെ ഡെഡിക്കേഷൻ, ആളുടെ ഹെൽത്തിനുള്ള ഡെഡിക്കേഷൻ, ആക്ടിങ്ങിനുള്ള ഡെഡിക്കേഷൻ ഒക്കെ. ഇപ്പോൾ 9 മണിക്ക് ഷൂട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ 8:30 ആകുമ്പോഴേക്കും അവിടെ എത്തും. 8:45 ആകുമ്പോഴേക്കും റെഡി ആവും. ആൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും ഒക്കെ റെഡി ആവും. 9 മണിക്ക് ഫസ്റ്റ് ഷോട്ട് എടുക്കും. അങ്ങനെ ലൈക്ക് അതുകൊണ്ട് നമുക്ക് കുറേ കണ്ടുപഠിക്കാൻ പറ്റി. പിന്നെ ഇപ്പോൾ ഷോട്ടിൻ്റെ ഇടയിലാണെങ്കിലും അല്ല ലൊക്കേഷൻ അവിടെ തന്നെ ഉണ്ടാവും, തൊട്ടടുത്ത് തന്നെ ഉണ്ടാവും. അടുത്ത ക്യാമറ ഇപ്പോൾ മാറ്റി വയ്ക്കണമെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇരിക്കും. ക്യാമറ മാറ്റി വെച്ചാൽ അപ്പനെ ഷോട്ട് ഇല്ല അവിടെ നിന്ന് ഇരിക്കുന്നുണ്ടാവും. ആ ഒരു കോന്നല അവിടെ നിന്ന് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് കണ്ടു പഠിക്കാൻ പറ്റി. പിന്നെ സാറാണെങ്കിലും അതെ, ഇപ്പം ഞാൻ നല്ലൊരു കാര്യം ചെയ്ത ശരത് കുമാർ സാർ ഇങ്ങനെ വന്ന് പറയും, നീ ചെയ്തതിലേക്ക് അതൊരു വലിയൊരു അഡ്വാൻറ്റേജ്, ഒരു ആക്ടറിന് ഉണ്ടാകുന്ന ഒരു വലിയൊരു അഡ്വാൻറ്റേജ് അത്, അതിന് എപ്പോൾ നോക്കിയാലും വെക്കണം, അത് നിലനിർത്തി കൊണ്ടുപോകണം. അങ്ങനെ കുറേ ടിപ്സൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ശരത് കുമാർ സാറിൻ്റെ കൂടെ ഒരു വലിയൊരു നടനോട് അഭിനയിക്കാൻ പറ്റുന്നു. ലൈക്ക് ഐ എം ഗ്രേറ്റ്ഫുൾ. അപ്പോൾ അവിടെ വെച്ച് നമുക്ക് അപ്പോൾ നമ്മൾ മലയാള സിനിമയെ ഒന്ന് ഓർക്കും അല്ലേ? അല്ലേ, ശരിയല്ലേ? പൊങ്കാലയൊക്കെ അങ്ങനെ ഒന്ന് യാത്ര ചെയ്തൊരു സിനിമയാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിച്ചു. അവിടെ ആ താരം ഇത്രയും വലിയൊരു ആക്ടർ ഒന്ന് ക്യാമറ മാറ്റി വയ്ക്കുമ്പോൾ പോലും അവിടെ ഇരിക്കുക, ഒന്ന് ക്യാമറയിൽ പോലും പോകുന്നില്ല, അവിടെ ഇരിക്കുന്നു. 9 മണിക്ക് ഷൂട്ട് എന്ന് പറഞ്ഞാൽ 8:30 എത്തുന്നു. അത് മലയാള സിനിമയിലുള്ളവരൊക്കെ ഒന്ന് കണ്ടുപിടിക്കണമെന്ന് ആഗ്രഹമില്ലേ? അതെ അതെ, അഫ്കോഴ്സ്. അതിപ്പോൾ പക്ഷേ ലൈക്ക് ഞാൻ പാട്രിയറ്റിൻ്റെ സെറ്റ് ലീവ് പോയിൻ്റെ ഒറ്റൊരു ദിവസത്തേക്കായിട്ട്. അപ്പം അന്നവിടെ പോയപ്പോൾ എനിക്ക് മമ്മൂക്കേനെ കാണാൻ പറ്റി. അപ്പോൾ ആ സമയത്ത് എനിക്ക് മമ്മൂക്കേനേലും ഈ സെയിം ബിഹേവിയർ, ഈ സെയിം പങ്ക്ച്വാലിറ്റി, ഡെഡിക്കേഷൻ ഒക്കെ എനിക്ക് കാണാൻ പറ്റി. ലൈക്ക് മമ്മൂക്കേനെ ഒരു ചെറിയ റൂമിൻ്റെ അകത്തായിരുന്നു ഷൂട്ട്. ആ റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങി അവിടെ ഒരു കോർണറിൽ അവിടെ ഇരിക്കും അടുത്ത ഷോട്ടിൻ്റെ ഇതിന് വേണ്ടിയിട്ട്. എന്നിട്ട് അടുത്ത ഷോട്ട് റെഡി ആകുമ്പോൾ പോയി അഭിനയിച്ചു. അത് മമ്മൂക്കയിലും കാണാൻ പറ്റി. അന്ന് കുഞ്ചാക്കോ സാറും ഉണ്ടായി, കുഞ്ചാക്കോ സാറും ചെയ്തു. പിന്നെ പറഞ്ഞ പോലെ ശരത് കുമാർ സാർ. അപ്പോൾ ഈ എല്ലാം ലെജൻഡറി ആക്ടേഴ്സിന് നമ്മൾ വിചാരിക്കും ഇവരൊക്കെ വലിയ ആൾക്കാരല്ലേ, ലൈക്ക് ജനങ്ങൾ സാധാരണ ചിന്തിക്കുന്ന ഒരു സംഭവമാണ് അത്. പക്ഷെ അല്ല, അവർ അത്രയ്ക്കും ഡെഡിക്കേഷൻ, ഇത്ര ലെജൻഡറിയും ഇത്ര ഹാർഡ് വർക്കിംഗ് സക്സസ്ഫുൾ ആക്ടേഴ്സ് ആയിട്ടും അവരുടെ ഡെഡിക്കേഷൻ വേറെ ലെവല്. അതൊക്കെ കണ്ട് പഠിക്കാൻ പറ്റി എനിക്ക് വായിക്കുന്നത്. അതെ അതെ, ഈ അഭിനയം എന്നത് ഒരു വലിയ കലയാണ് അല്ലേ? വലിയ കലയാണ്. നമ്മൾ ചിലപ്പോൾ അഭിനയത്തിലൂടെ അല്ല നമ്മൾ അഭിനയിക്കാൻ വേണ്ടി നമുക്ക് സ്വയം തോന്നുവാണ് അഭിനയിക്കാൻ. അല്ലാതെ നമ്മൾ പേരൻസ് പറഞ്ഞു വിട്ടാലും നമ്മൾ അഭിനയിക്കണമെന്നില്ല. അഭിനയിക്കാൻ അത്ര കഴിവാണ് എനിക്കുണ്ടെന്ന് ആദ്യം തിരിച്ചറിഞ്ഞത് ആരാണ്? എൻ്റെ അച്ഛൻ. അതായത് ഇങ്ങനെ വീട്ടില് ചെറുപ്പത്തില് എനിക്ക് നമ്മളുടെ വീട്ടില് ചെറുപ്പത്തില് പച്ചകുതിര ചെയ്ത കഥാപാത്രം ദിലീപിന്റെ, അതിനെ ഇടയ്ക്കിന് വീട്ടിൽ വെറുതെ ചെയ്യും, ഇടയ്ക്കിന് വെറുതെ ചെയ്ത് നടക്കും. അപ്പോൾ അതൊക്കെ അച്ഛൻ്റെ മനസ്സിൽ എപ്പം നോക്കിയാലും ഉണ്ടായി. അപ്പോൾ എനിക്ക് മസ്കില്ല, അച്ഛന് ബിസിനസ് അല്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇനാഗ്രേഷന് വേണ്ടിയിട്ട് ജയറാമിൻ്റെ കൂടെ വന്നത് നമ്മുടെ പ്രൊഡ്യൂസർ ഹാപ്പി ഹസ്ബൻഡ്സിലത്തെ പ്രൊഡ്യൂസർ മിലാൻ ജലീൽ. അപ്പോൾ മിലാൻ ജലീൽ സാറും അച്ഛനും ഭയങ്കര ഫ്രണ്ട്സായി. അപ്പോൾ അച്ഛൻ എപ്പോൾ നാട്ടിൽ അവരിങ്ങനെ ചായ കുടിക്കാനൊക്കെ ആയിട്ട് ഒരുമിച്ച് പോവും. അങ്ങനെ ഒരു ദിവസം ചായ കുടിക്കേണ്ട ഇടയിലാണ് ഇളയരാജയിലത്തെ പ്രൊഡ്യൂസർ മിലാൻ ജലീൽ സാറെ കാണാൻ വന്നത്. അപ്പൊ അന്ന് ആളിങ്ങനെ നാട്ടിൽ വെച്ചു. അപ്പൊ അന്ന് ആളിങ്ങനെ ആളുടെ വിഷമങ്ങൾ പറയായിരുന്നു, ലൈക്ക് ഈ ചൈൽഡ് ആർട്ടിസ്റ്റുകൾ കണ്ടുപിടിക്കുക എത്ര ബുദ്ധിമുട്ടാന്നുള്ള രീതിയിലൊക്കെ പറയായിരുന്നു. ഇതൊക്കെ കേട്ടിട്ട് അച്ഛൻ പറഞ്ഞു, അതായത് എനിക്കൊരു മോനുണ്ട്, അഭിനയിച്ച ഒരു എക്സ്പീരിയൻസ്, എനിക്ക് ഒരു എക്സ്പീരിയൻസ് സ്കൂളിലെ നാടകത്തിൽ അഭിനയിക്കുക ഒന്നുമില്ല, ലൈക്ക് ഒന്നും ചെയ്യില്ല, സ്പോർട്സ് മാത്രം. അപ്പൊ അച്ഛൻ അതൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു, നിങ്ങൾ പറയുന്നതൊക്കെ എൻ്റെ മോൻ ചെയ്യും നല്ല രീതിയിലൊക്കെ പറഞ്ഞു. അന്നാ വെച്ചാൽ ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ആരെയും കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ അച്ഛൻ ഇതുകൊണ്ട് പറഞ്ഞപ്പോൾ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, ഫോട്ടോസും വീഡിയോസൊക്കെ ഒന്ന് അയച്ചതാ. അപ്പം ഞാൻ വേറെ ഒന്നും ചെയ്തില്ലേ, പച്ചക്കുതിരയായിട്ടൊന്ന് അഭിനയിച്ച് അയച്ചു കൊടുത്തു. അന്ന് വെച്ചാൽ കറക്റ്റ് ലുക്കും കറക്റ്റാ കണ്ണട കറക്റ്റാ സ്പൈക്സ് ഒക്കെ ഉണ്ട്. അപ്പം അത് അയച്ചു കൊടുത്തു. അത് ഡയറക്ടർ സാറിനും ഇഷ്ടമായി, ആൾക്കും ഇഷ്ടമായി. അവരൊരു ആഴ്ചത്തെ ആക്ടിങ് ക്ലാസ്സിന് വിളിച്ചു. അവിടെ നന്നായിട്ട് ചെയ്തപ്പോൾ പിന്നെ ഡയറക്ടർ സാർ ഒന്നും നോക്കിയില്ല, നമ്മളെ മരിച്ചു പോയ നീലൻ മങ്കാട് സാറിൻ്റെ മകനായിട്ടൊരു റോൾ വന്നു.
അല്ല പച്ചക്കുതിര എന്ന സിനിമ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഇല്ല ഇല്ല അതൊരു ദിലീപേട്ടനെ സമ്മതിക്കണം. സമ്മതിക്കണം. ഒരു ഗുരുവാണ് ദിലീപേട്ടൻ, അങ്ങനെ പറയാം. അല്ലേ? അല്ല ഞാൻ പറഞ്ഞ ആ സിനിമയാണല്ലോ നമ്മൾ അഭിനയിച്ച് കാണിച്ചത് അല്ലേ? ആ കഥാപാത്രം ആ കഥാപാത്രം അഭിനയിച്ച് കാണിച്ചല്ലോ. ആ കഥാപാത്രമാണ് ഇവിടം വരെ എത്തിച്ചിരിക്കുന്നത് അല്ലേ? ഓരോ യാത്രയിലും പല അനുഭവങ്ങളുണ്ടാകാം. ഇപ്പൊ 13 വയസ്സിൽ അഭിനയിച്ചു, പിന്നീട് ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ സ്റ്റെപ്പായിട്ട് അഭിനയിച്ച് വരുമ്പോൾ ഓരോ സ്ഥലത്തു നിന്ന് ഓരോ ക്ലാസ്സുകൾ കിട്ടും, ഓരോന്നും നമ്മൾ പഠിക്കും. നമ്മളെ വിട്ടു പിരിഞ്ഞ അനിൽ നെടുമങ്ങാട് നമുക്കറിയാം, അദ്ദേഹം എന്തുവല്ല കഥാപാത്രമാണ്, നമ്മളൊക്കെ അമ്പരിപ്പിച്ച കഥാപാത്രങ്ങൾ ചെയ്ത അല്ലേ? ഒരൊറ്റ സിനിമ നമ്മുടെ ഏതാണ് അയ്യപ്പനും കോശിയും തന്നെ ഓർത്താൽ അദ്ദേഹം ചെയ്തേക്കണ കഥാപാത്രം അല്ലേ ഇന്നും നമ്മുടെ മനസ്സിൽ ഓർത്തിരിക്കും. അദ്ദേഹം വിട്ടുപിരിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു വിഷമം ഭയങ്കരമായിരിക്കും. ആദ്യ സിനിമയിൽ അച്ഛനായിട്ട് അഭിനയിച്ച ആക്ടർ, അങ്ങനെ ലൈക്ക് അതും സൂപ്പർ ഭയങ്കര ടാലന്റഡ് ആയിട്ടൊരു ആക്ടർ അങ്ങനത്തെ ഒരു രീതിയിൽ പോകുന്ന കേൾക്കുമ്പോൾ നമുക്ക് ഉറപ്പ് എല്ലാവർക്കും വിഷമമുണ്ടായി. എനിക്ക് നല്ല വിഷമമുണ്ടായി സത്യം പറഞ്ഞാൽ. പക്ഷെ എങ്ങനെ ഇതാവുന്നത്, ഞാൻ മസ്കറ്റിലായിരുന്നു അന്ന്, ലൈക്ക് പറയാൻ വാക്കുകളില്ല. പക്ഷെ നല്ലൊരു മനുഷ്യനായിരുന്നു കേട്ടോ, നല്ല അടിപൊളി മനുഷ്യനായിരുന്നു. എൻ്റെ അടുത്താണെങ്കിലും അവിടെ സെറ്റിലാണെങ്കിലും നല്ല ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ അധികം കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയില്ല, ആകെ ഇളയരാജ. അന്നൊക്കെ എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഓർത്തെടുക്കാൻ? ആളിങ്ങനെ എപ്പോൾ നോക്കിയാൽ എൻ്റെ ഫസ്റ്റ് സിനിമയും കൂടെ ആയ കാരണം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എപ്പോൾ നോക്കിയാലും. പക്ഷെ ആളെപ്പോൾ നോക്കിയാലും എന്നോട് പറഞ്ഞു ബി കൂൾ ടെൻഷൻ അടിക്കില്ലേ, ജസ്റ്റ് ആക്ടിങ് അല്ലേ എന്നുള്ള രീതിയിൽ, തെറ്റിച്ചാൽ കുഴപ്പമില്ല വീണ്ടും എടുക്കാം എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മളെ കൂളാക്കുക എന്നായിരുന്നു ആളുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്നുള്ള രീതി. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല എൻ്റെ അടുത്ത്. അതായത് സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ടായി, എനിക്ക് സിമ്പിളായിട്ട് അഭിനയിക്കാനും പറ്റി, ആൾ കൂടി ഉണ്ടായ കാരണം. അടുത്ത സിനിമയിലേക്ക് പോയപ്പോൾ ആരുടെ കൂടെയാണ്? ഷർഫുദ്ദീൻ, വിഷ്ണുനികൃഷ്ണൻ, ധ്രുവൻ, ഇവൻ 3 പേരുടെ കൂടെ. അതും ഒരു ജാതി എക്സ്പീരിയൻസ്, അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്. അതിപ്പോ അതില് ആ സിനിമയുടെ പേര് ചിൽഡ്രൻസ് പാർക്ക്. ഞാൻ പറയാൻ മറന്നു, ചിൽഡ്രൻസ് പാർക്ക്. അത് ആരാണ് അതിന്റെ ഡയറക്ടർ എന്ന് പറയണം കേട്ടോ. യെസ്, നമ്മളെ വീണ്ടും മരിച്ചുപോയ ഷാഫി സാർ. ഷാഫി സാറിനെ ഓർക്കാതെ നമുക്ക് ആ സിനിമയുടെ പേര് പോലും പറയാൻ പറ്റില്ല. പിന്നെ മൂന്നാറിലൊക്കെ ഷൂട്ട് ചെയ്ത് ഗംഭീര തണുപ്പടിച്ച് അല്ലേ, അതാണല്ലോ മെയിൻ ഓർമ്മ. പിന്നെ അതല്ലാണ്ട് വേറെ 60ഓളം കുട്ടികളും കൂടി ഉണ്ടായി, ഓർഫനേജും കൂടി ആയിരുന്നുണ്ട്. ആ എക്സ്പീരിയൻസ് ലൈക്ക് 90 ദിവസം മൂന്നാറിൽ ഈ 60 കുട്ടികളുടെ കൂടെ, ലൈക്ക് ബേസിക്കലി നമ്മൾ അവരുടെ കൂടെ, അവരുടെ ഫാമിലീസും ഉണ്ടായി, അവരുടെ കൂടെ ഇങ്ങനെ വളർന്നു. 90 ദിവസം 3 മാസം ഇങ്ങനെ ഫാമിലി ആയിട്ട് നമ്മളെല്ലാവരും രാവിലെ 6 മണിക്ക് എനിക്കും സെറ്റിൽ പോവും, വൈകുന്നേരം രാത്രിയാകുമ്പോൾ പിന്നെ തിരിച്ചു വരാം. ആ ഒരു 12-14 മണിക്കൂർ ഒരുമിച്ച് ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു സത്യം പറഞ്ഞത്. പിന്നെ ഈ പറഞ്ഞ ധ്രുവൻ ചേട്ടനൊക്കെ അന്ന് ലൈക്ക് അപ്കമ്മിങ് ടാലന്റ് ആയിട്ട് വരുന്ന ഒരു ആക്ടർ ആയിരുന്നു. അപ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മ, നമ്മൾക്ക് ഡ്രസ്സ് മാറുമ്പോൾ ആലടയ്ക്ക് ഇങ്ങനെ ഇടയിൽ കയറി വരും, സുഖല്ലേ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മുന്നിലെ ഡ്രസ്സ് മാറും, ഒരു ഉളുപ്പൊന്നും ഇല്ലാണ്ട് അത്രയും ഡൗൺ ടു എർത്ത് ആയിരുന്നു. പിന്നെ ഇപ്പോൾ ഈ വിഷ്ണുനികൃഷ്ണൻ സാറാണെങ്കിലും, വിഷ്ണുനികൃഷ്ണൻ ചേട്ടൻ, പിന്നെ ധ്രുവൻ ചേട്ടനാണെങ്കിലും അന്നൊക്കെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. എനിക്ക് ഓർമ്മയില്ല, ഇങ്ങനെ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ വിഷ്ണുനികൃഷ്ണൻ ചേട്ടൻ പറഞ്ഞു നമ്മൾ കൂടെ ഒന്ന് ഇരുന്ന് കഴിക്കടാന്നൊക്കെ രീതിയിലൊക്കെ പറഞ്ഞ ആളുടെ കൂടെ ഒക്കെ ഇരുന്ന് കഴിക്കാനും ഒക്കെ ഒരു ഭാഗ്യമൊക്കെ ഉണ്ടായി. അപ്പോൾ അതാണെങ്കിൽ നല്ല അടിപൊളി സെറ്റായിരുന്നു. പിന്നെ പറഞ്ഞ പോലെ മൂന്നാറും തണുപ്പും, ലൈക്ക് മസ്കറ്റിൽ ഈ സുഖം ഇടയ്ക്ക് കിട്ടാറില്ല. ആ സുഖം, ആ ചൂടിൽ നിന്നും വന്നിട്ട് തണുപ്പിലേക്ക്, അതും ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? അന്നൊക്കെ ഷാഫി സാറിനെ നമുക്കറിയാമല്ലോ. ഷാഫി സാർ ചെയ്തു വെച്ച സിനിമകൾ നമുക്കറിയാം. ചിൽഡ്രൻസ് പാർക്കും നമ്മുടെ മനസ്സിലുണ്ട്. ഇത്രയും കുട്ടികളെ വെച്ച് ആ സിനിമ ചെയ്യണമെങ്കിൽ അദ്ദേഹം എത്രമാത്രം സഫർ ചെയ്തായിരിക്കും. കുട്ടികളെല്ലാം യോജിച്ചിട്ടുണ്ടല്ലോ, ഭയങ്കര എൻജോയ്മെന്റ് ആയിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ ലൊക്കേഷൻ. ഞാനൊന്ന് വരാൻ വേണ്ടിയിരുന്ന അന്ന് എനിക്ക് വരാൻ പറ്റിയില്ല. എന്നോട് അന്ന് ഷാഫി സാർ പറഞ്ഞു ഞാൻ ഒന്ന് ലൊക്കേഷനിൽ പറഞ്ഞു, ഇവരെല്ലാം ഉണ്ട്, രസമുള്ള ആൾ, എൻ്റെ പാട്ടുകളാണെങ്കിലും ഗംഭീര പാട്ടുകളായിരുന്നു. ഈ കുട്ടികളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ഷാഫി സാർ ഡയറക്ടർ. അപ്പം കാണുമ്പം ഷാഫി സാറിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ എങ്ങനെയായിരിക്കും? ഷാഫി സാർ നമ്മളെല്ലാം കുട്ടികളുടെ അടുത്ത് ഭയങ്കര കാമായിരുന്നു കേട്ടോ, ഭയങ്കര ഫ്രണ്ട്ലിയും. ലൈക്ക് എനിക്ക് ഒറ്റൊരു സീക്വൻസ് എനിക്ക് കുറച്ച് ടേക്ക് എടുക്കേണ്ടി വന്നു, പക്ഷെ ആള് ഒരു ഇതും കാണിച്ചിട്ടുണ്ടായില്ല. ലൈക്ക് ഓക്കെ കുഴപ്പമില്ല, നെക്സ്റ്റ് ഷോട്ട് ഒരു ദേഷ്യം ഒന്നും കാണിച്ചിട്ടുണ്ടായില്ല. അത് ഇങ്ങനെ ഒരു കരയിന്റെ ഒരു സീനായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞ പോലെ രണ്ടാമത്തെ പടമായിട്ടില്ല, അധികം എക്സ്പീരിയൻസ് ഒന്നും ആയിട്ടില്ല, കരയാറുമില്ല. എക്സ്പീരിയൻസ് തീരില്ലാത്ത ഒരു ആക്ടറും കൂടിയാണ്. അപ്പോൾ പക്ഷെ കരയാറുമില്ല പറഞ്ഞ പോലെ. ബട്ട് ഷാഫി സാർ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു, ഭയങ്കര കാമായിരുന്നു. ലൈക്ക് ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഒരു ഡയറക്ടർ അടുത്ത് പോകുമ്പോൾ ഒരു ഉള്ളിലൊരു പേടി ഉണ്ടാവില്ലോ, എന്ത് പടങ്ങളൊക്കെ പിടിച്ചിട്ട് വരുന്നത്. പക്ഷെ ഒരു ഇതും കാണിക്കാണ്ട് നല്ല അടിപൊളിയായിട്ട് ഡയറക്റ്റ് ചെയ്ത് ഇറക്കിയൊരു പടമാണ് ചിൽഡ്രൻസ് പാർക്ക്.
അതിൽ നല്ലൊരു വേഷമായിരുന്നു, അതിലും നല്ല അടിപൊളി ശ്രദ്ധിക്കപ്പെടുന്ന വേഷമായിരുന്നു. ശ്രദ്ധിക്കപ്പെടുന്ന വേഷമായിരുന്നു. അതിനുശേഷം പോകുന്നത് അതിനുശേഷം മൂന്ന് പറഞ്ഞാൽ എനിക്കെന്നൊരു മിന്നായം പോലെ സത്യം പറഞ്ഞ. അതിന് ശേഷം ഞാൻ പിന്നെ ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു കൺഫെഷൻസ് ഓഫ് കുക്കൂസ് എന്ന് പറഞ്ഞിട്ടൊരു ടെലിവിഷൻ മൂവി എന്ന് പറയാം. അവരിങ്ങനെ ഒരു അവാർഡിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു പടം. അതിൽ ചെറിയൊരു സീൻ, പക്ഷെ അത് ഫേസ്ബുക്കിൽ ഭയങ്കര ഫേമസ് ആയി. ഫേസ്ബുക്കിൽ അത് വേറെ ഒന്നുമല്ല, അതിലത്തെ മെയിൻ ആക്ട്രസ് ഇങ്ങനെ ലിഫ്റ്റിൽ കയറുമ്പോൾ നമ്മൾ ഓൾറെഡി ലിഫ്റ്റിലുണ്ടാവും, കാണിക്കണില്ല, പക്ഷെ ലിഫ്റ്റിൽ ഇങ്ങനെ കയറി പിടിച്ചു എന്നുള്ള രീതിയിൽ മാത്രം കാണിക്കും. അത് ഫേസ്ബുക്കിൽ ഇങ്ങനെ കത്തി കയറി പോയി. പക്ഷെ എന്നാലും ആൾക്കാരൊക്കെ അറിഞ്ഞൂടെ ഞാൻ. അത് വേറെ ഒന്നും ഉണ്ട്, അതിൽ ലുക്ക് ടോട്ടലി ഡിഫറെൻറ്റ് ലുക്കാണ്. അതായത് സത്യം പറഞ്ഞാൽ ഓരോ സിനിമയിലും ഓരോ ലുക്കാണ്. അതാണ് മെയിൻ റീസൺ. ആർക്കും തന്നെ കണ്ടാൽ മനസ്സിലാവാത്ത റീസൺ അതാണ് മെയിൻ ആയിട്ടുള്ളത്. ഇപ്പോൾ ചിൽഡ്രൻസ് പാർക്കിൽ ഇത്തിരി ചുരുണ്ട് മുടിയാന്ന് വെച്ചാൽ ഇളയരാജിൽ ഷോർട്ട് മുടിയാണ്, അധികം ചുരുണ്ടിട്ടൊന്നുമില്ല. ഈ പറഞ്ഞ കൺഫെഷൻ ഓഫ് കുക്കൂസിൽ മുടി വളർത്തി മുടി സ്ട്രെയിറ്റ് ആക്കിയിട്ടുള്ളൊരു ലുക്ക്. അങ്ങനെ ഓരോ സിനിമയ്ക്കും ഓരോ ലുക്ക്. പിന്നെ പുള്ളി പറഞ്ഞൊരു പടം ചെയ്തിട്ടുണ്ടായി, അതിൽ മുടി വളർത്തി മുടി കെട്ടിയിട്ടുള്ള റോള്. അപ്പം അത് വേറെ ലുക്ക്. അതും നമ്മളുടെ ജിജു അശോകൻ സാറിൻ്റെ, ഇന്ദ്രൻ സാർ ഉണ്ടായി, ദേവ് മോഹൻ, പിന്നെ ഇപ്പോൾ അബിൻ ബിനോ നത്തെന്ന് അറിയപ്പെടുന്ന, പ്ലസ് കുറേ പടങ്ങളൊക്കെ അഭിനയിച്ച് വരുന്ന അബിൻ ബിനോൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ളൊരു കഥാപാത്രം അല്ലെങ്കിൽ ചെയ്യാൻ പറ്റി. അവിടെയാണെങ്കിലും ഇന്ദ്രൻ സാറിന് പഠിക്കാൻ പറ്റിയ ഒരു സിനിമ പോലെ ആയിട്ട് എനിക്ക് തോന്നി. ഭയങ്കര സിമ്പിൾ മനുഷ്യൻ, അടിപൊളി മനുഷ്യൻ. ആൾക്കിങ്ങനെ എ സി വേണം, ഫാൻ വേണം, ഒന്നുമില്ല. ആൾ പുറത്തൊരു കസരം ഇരിക്കും. കാരവാനിൽ പോലും ഇരിക്കില്ല. എൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, കാരവാനിൽ ഇരുന്ന ഈ മോർച്ചറി കിടക്കുന്ന ഫീലാന്ന് പറഞ്ഞു എൻ്റെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത്. അത് അതിനകത്ത് ഇരിക്കാൻ വരെ പേടാണ്. ഇപ്പൊ പിന്നെ ഇപ്പൊ ഡ്രസ്സ് മാറാൻ പോയി, മൊബൈലൊക്കെ വന്നപ്പോ കാരവാനിൽ ഇരുന്ന മോർച്ചറി കിടക്കണ ഫീൽ, അതുകൊണ്ട് ഇരിക്കില്ല എന്ന് പറയും. എൻ്റെ മുന്നിൽ ലൈക്ക് അവിടെ സെറ്റിൽ വെച്ചിട്ട് അവിടെ പുറത്തവിടെ പോയി ഇരിക്കുന്നുണ്ട് ഒരു കസാര വെച്ചിട്ട്. എല്ലാം ഈ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ ഫ്രണ്ടിൽ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, പുസ്തകം വായിച്ചോ അല്ലെങ്കിൽ ഫോൺ വന്നാൽ മറ്റേ ചെറിയ ഫോണില്ലേ നോക്കിയണ്ട, ആ ഫോണ് വരെ അതിലെന്തെങ്കിലും സംസാരിക്കും, കട്ട് ചെയ്യും, പുസ്തകം വായിച്ചിരിക്കും. അങ്ങനത്തെ ഒരു ക്യാരക്ടർ, അടിപൊളി മനുഷ്യൻ. അതിനുശേഷം പോകുന്നത് എവിടെയോ പോയി, ആഴി, തമിഴ് സിനിമ ആഴി. അത് ഇപ്പോൾ ഇറങ്ങാനായിട്ട് നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പൊങ്കാല ചെയ്തത്. പക്ഷെ അപ്പോഴേക്കും ആഴി ഇത്തിരി ഡിലേഡായി, കുറച്ച് കോംപ്ലിക്കേഷൻസിൽ കാരണം. പക്ഷെ ആഴിയിലേക്ക് എത്തിയപ്പോൾ അതിൻ്റെ അകത്ത് ബോട്ടിൻ്റെ അകത്തുള്ള കുറച്ച് സീക്വൻസൊക്കെ നമ്മളിവിടെ എറണാകുളത്തുള്ള ഒരു സ്റ്റുഡിയോയിലാണ് ചെയ്തത്. ബാക്കിയുള്ളതൊക്കെ നാഗർകോവിൽ, ചെന്നൈ ഏരിയയിൽ. അപ്പോൾ ആ സ്റ്റുഡിയോൻ്റെ അകത്തുള്ള എക്സ്പീരിയൻസ് ലൈക്ക് ഇപ്പം എന്തിനാ പറയുന്നത് സാർ, കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ ഇത്ര അല്ല, അടുത്ത സിനിമയിലേക്ക് പോയപ്പോൾ കാര്യങ്ങളാണ് പറഞ്ഞത്. ഓക്കെ. അപ്പോൾ ആഴി നേരത്തെ പറഞ്ഞ പോലെ ശരത് കുമാർ സാറിൻ്റെ എനിക്ക് ബോട്ടിൽ വെച്ചുള്ള സീനിന്റെ കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ ബോട്ടിന്റെ അകത്ത് അതിപ്പോ റിയൽ ലൈഫായിട്ടുള്ള ബോട്ട് കടലിലേക്ക് പോയിട്ടുള്ളത് എടുത്തിട്ടുണ്ട്. സി ജി അല്ല, ഇത് ആക്ച്വലി ഇങ്ങനെ സെറ്റ് ഉണ്ടാക്കി സ്റ്റുഡിയോന്റെ അകത്ത് സെറ്റ് ഉണ്ടാക്കിയിട്ട് ചെയ്തു. അപ്പോൾ അവിടെ ഒക്കെ ലൈക്ക് അതവിടെ ഞാൻ പറഞ്ഞ ലൈക്ക് നമ്മുടെ ശരത് കുമാർ സാറിന്റെ ഈ ഡെഡിക്കേഷൻ തൊട്ട ഒരു കോർണറിലൊന്നും ഇരിക്കുന്നുണ്ടോ, എവിടേക്കും പോവാണ്ട്. അതൊരു ജാതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടായിരുന്നു പൊങ്കാല ഷൂട്ട് ചെയ്തത്. പൊങ്കാല ആദ്യം ഇറങ്ങി. പൊങ്കാലയ്ക്ക് എത്തുമ്പോൾ ബാബുരാജിന്റെ കൂടെ ആണല്ലോ, ബാബുരാജ് സാറും കിച്ചു ടെല്ലസും ശ്രീനാഥ് ബാസി ഇവരെല്ലാവരും കൂടെ എപ്പം നോക്കിയാലും ഉണ്ടായി. അതും എന്താ പറയുക, ജാതിയൊരു ലൈക്ക് എല്ലാം സിനിമ ഇതിലൂടെ അഭിനയിച്ചത് ഒക്കെ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് തരും, ഒക്കെ ന്യൂ എക്സ്പീരിയൻസ് തരും. ഒക്കെ ഈ ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റീസ് ഉള്ള ആക്ടേഴ്സും ഒരു ലൈക്ക് ഡിഫറെൻറ്റ് സെറ്റ് ആയാലും അത് അവിടുത്തെ അറ്റ്മോസ്ഫിയർ വരെ ലൈക്ക് ടോട്ടലി ഡിഫറെൻറ്റാണ്. പൊങ്കാലേൻ്റെയും ലൈക്ക് അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഇപ്പോൾ ബാബുരാജ് സാർ ആണെങ്കിലും അത് ഇത്ര നമ്മൾ കുട്ടി പ്രായം മുതൽ കാണുന്ന സിനിമയിൽ മിക്ക സിനിമകളിലും ബാബുരാജ് സാർ ഉണ്ട്. നമ്മൾ ഹണിബി 2 ഒക്കെ കണ്ട് ആ ഒരു പേഴ്സണാലിറ്റി വേറെ, പിന്നെ ബാക്കിയുള്ള സിനിമയിലത്തെ പേഴ്സണാലിറ്റി വേറെ, നേരിട്ട് കാണുമ്പോൾ വേറൊരു പേഴ്സണാലിറ്റി, ഒരു വേഴ്സറ്റൈൽ ആക്ടർ നമ്മൾ മുന്നിലിരിക്കുന്നത്. അപ്പോൾ ആളുടെ കൂടെയാണ് എൻ്റെ ഫസ്റ്റ് ഷോട്ട്. നല്ല പേടിയുണ്ടായി. പക്ഷെ ആള് ഫസ്റ്റ് ഷോട്ട് ഏതായിരുന്നു? ആ വണ്ടിയിൽ നമ്മളെ പോലീസിനെ ചേസ് ചെയ്ത് പോകുന്ന ഷോട്ട്, മറ്റേ നമ്മളെ ഫിഷിങ്ങിന്റെ അവിടെ കംപ്ലൈന്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ പോകുന്ന ഷോട്ട്, ആ പോലീസിനെ ചേസ് ചെയ്ത് അവരുടെ മുന്നിൽ വന്ന് നിർത്തി നിൽക്കുന്ന ഷോട്ട്, അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഷോട്ട് ബാബുരാജ് സാറും കിച്ചു ടെല്ലസായിട്ട് പൊങ്കാലയിൽ. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് അങ്ങനെ അഭിനയിക്കാനുണ്ടായില്ല, ആകെ ഒറ്റൊരു ഡയലോഗ്, അത് ഭാഗ്യത്തിന് ഫസ്റ്റ് ടേക്കിലാണ് ചെയ്യാൻ പറ്റി. പേടി എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് മാത്രമാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ എല്ലാ സിനിമയ്ക്കും എല്ലാവർക്കും ഫസ്റ്റത്തെ ഷോട്ട് കഴിയുമ്പോൾ എനിക്കൊരു പേടിയുണ്ടാവും.
പക്ഷെ അത് ഭാഗ്യത്തിന് നല്ല രീതിയിൽ പോയി. പിന്നെ കൂടുതലും നൈറ്റ് സീനുകളുണ്ടായിരുന്നു പൊങ്കാലയ്ക്ക്. നൈറ്റ് സീൻ കുറേ ഉണ്ടായി പൊങ്കാലയിൽ, കുറേ നൈറ്റ് സീൻ ഉണ്ടായി. അത് കാരണമാണ് സത്യം പറഞ്ഞ ഷൂട്ടൊന്ന് ഇത്തിരി ഡിലേഡ് ആവാൻ കാരണം. എന്താ വെച്ചാൽ മഴ സീസൺ കൂടെ ആയ കാരണം നമുക്ക് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട് ഷൂട്ടിൻ്റെ ഇടയിൽ. അപ്പം അങ്ങനെ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ സ്കൂളിലാണെങ്കിലൊന്നും നാടകത്തിന് പോലും സ്റ്റേജിൽ കയറിയ ഒരു പരിപാടിയില്ല. സ്റ്റേജിൽ കയറിയ സ്പോർട്സിനുള്ള സർട്ടിഫിക്കറ്റ് മേടിക്കാനേ കയറിയിട്ടുണ്ടാവും അല്ലേ? ഈ അഭിനയിക്കണം എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു അച്ഛനാണ് കണ്ടെത്തിയത് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ അഭിനയിക്കുമോ? ഇല്ല, അച്ഛൻ ഇതുവരെ അഭിനയിച്ചില്ല. പക്ഷെ അച്ഛന് നല്ല മോഹങ്ങളുണ്ട്, നല്ല ആഗ്രഹമുണ്ട് സിനിമയിൽ വന്ന് അഭിനയിക്കാനും അതൊക്കെ. പക്ഷെ അന്നത്തെ കാലത്ത് നമുക്കറിയാലോ, അവരവരുടെ കുടുംബത്തിനെ ഒന്ന് രക്ഷപ്പെടുത്താൻ നോക്കുക അങ്ങനത്തെ രീതിയിൽ. അപ്പം എൻ്റെ അച്ഛൻ അച്ഛൻ നമ്മൾക്ക് വേണ്ടിയിട്ട് നമുക്ക് നല്ല പഠനം കിട്ടണം, നല്ല ജീവിതം ജീവിക്കണം എന്നുള്ള രീതിയിൽ അച്ഛൻ ചെറുപ്പം കാലത്തെ ഗൾഫിൽ പോയിട്ട് കഷ്ടപ്പെട്ട് ബിസിനസ്സൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നു. നമ്മൾക്ക് നല്ല സ്കൂൾ കൊണ്ട് ചേർത്തി. ഞാൻ അവിടെ ഇന്ത്യൻ സ്കൂൾ അൽവാദി കബീറിലാണ് പഠിച്ചിട്ടുണ്ടായത്. അപ്പം അങ്ങനത്തെ ഒക്കെ ഒരു സ്കൂളിൽ എനിക്ക് 2 ചേട്ടന്മാരുണ്ട്. അപ്പം അവരും അവിടെ ചേർത്തി അങ്ങനെ നല്ല പഠിത്തമൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ളൊരു സാക്രിഫൈസ് അച്ഛൻ അത്ര ചെറുപ്പകാലത്ത് ചെയ്യേണ്ട വന്ന കാരണം അച്ഛൻ ഈ സിനിമ മോഹം ഒന്ന് സൈഡിലാക്കി വിട്ടു. പിന്നെ വളർന്നു വന്നപ്പോൾ അച്ഛൻ എന്നേലും അത് കണ്ടുമ്പോൾ പിന്നെ എന്നിലൂടെ ജീവിക്കാനായിട്ടുള്ളൊരാഗ്രഹം അച്ഛന് നന്നായിട്ട് വന്നു. അതിപ്പോൾ സാധിച്ച് നടത്തി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ജ്യേഷ്ഠന്മാരെന്ത് ചെയ്യുന്നു? മൂത്ത ചേട്ടൻ വേറൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുക. ഇടയിൽ ചേട്ടൻ ഇപ്പം MBA കഴിഞ്ഞിരിക്കും. അവരും ഗൾഫിൽ തന്നെയാണോ? ഗൾഫിലാണ്. അപ്പൊ നാട്ടിലേക്ക് താമസം, നാട്ടിലെ വീടൊക്കെ പൂട്ടിയിട്ടോ കാണട്ടോ? അല്ല, ഇവിടെ അച്ഛൻ്റെ അമ്മയൊക്കെ ഉണ്ട്, അമ്മേൻ്റെ അച്ഛനും അമ്മയുണ്ട്. അങ്ങനെ അപ്പോൾ അച്ഛൻ്റെ വീട്ടിൽ നമ്മൾ തറവാട, അവിടെ അച്ഛമ്മയുണ്ട്, ആൻറ്റി ഉണ്ട്. അങ്ങനെ അച്ഛമ്മയൊക്കെ എന്ത് പറയും അഭിനയം കാണുമ്പോൾ? അച്ഛമ്മയ്ക്ക് സോഫാർ അത്രയും പിടിച്ചിട്ടില്ല. എന്താ വെച്ചാൽ പൊങ്കാലത്തെ സാറ് കണ്ടിട്ടുള്ള പോലെ എന്തെങ്കിലും അറിയാലോ. കാരണം അച്ഛമ്മ സിനിമ കാണാൻ തന്നെ പോയിട്ടില്ല. ഇടി കൊല്ലുന്നത് കാണണ്ടേ, എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വീട്ടിലൊന്നും ഇരുന്നു. അപ്പൊ പിന്നെ അച്ഛമ്മയ്ക്ക് കുഴപ്പമില്ല, അച്ഛമ്മയ്ക്ക് നല്ല അഭിപ്രായം തന്നെയാണ് പോയി അഭിനയിക്കുന്നത്. പക്ഷെ ഇതുപോലത്തെ കഥാപാത്രം ചെയ്യില്ലേ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഇടി മേടിക്കണമെന്ന് ഇഷ്ടമല്ല. ഇടി കൊടുക്കുന്നത് കുഴപ്പമൊന്നുമില്ല, ഇടി മേടിക്കാൻ പറ്റില്ല. ഇടി മേടിക്കാൻ സിനിമയെന്ന് പറഞ്ഞാൽ അച്ഛമ്മ സമ്മതിക്കില്ല. ഇല്ല എന്റെ കൊച്ചുവനെ ഇടിക്കാൻ പറ്റില്ല. ഇല്ല എന്നിട്ടാ പറയാ, ഇപ്പൊ സീരിയലൊക്കെ കാണുമ്പോ അവര് ശരിക്കും തിരിഞ്ഞടിക്കടാന്നൊക്കെ പറയുന്ന ടീമല്ലോ നമ്മളെ അച്ഛൻ്റെ അച്ഛനമ്മമാരൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു നല്ല പ്രായമായിട്ടുണ്ട് അച്ഛമ്മയ്ക്ക്. അപ്പോൾ ഇനി ഒരു കുറച്ച് വർഷം കൂടി കഴിഞ്ഞാൽ പിന്നെ അച്ഛമ്മയ്ക്ക് കുഴപ്പമില്ല, തിയേറ്ററിൽ പോയി കാണാം. വലിയൊരു നായകനായി മാറാന്ന് വെച്ചാൽ പിന്നെ നമ്മളെ ഫുൾ ഇടി കൊടുക്കാം, തിരിച്ചൊന്നും മേടിക്കാൻ. ആഗ്രഹങ്ങൾ സഫലമാകട്ടെ. അങ്ങനെയൊക്കെയല്ല ആഗ്രഹം. ഒരു സിനിമയിൽ നിന്നും അടുത്ത സിനിമയിൽ കയറുമ്പോൾ നമുക്ക് വെറൈറ്റി ആവുന്നു, വേറെ കഥാപാത്രം കിട്ടുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് വളരെ സന്തോഷമാണ്. ചേഞ്ചിങ് ആണല്ലോ വരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് തമിഴിൽ അഭിനയിച്ചു എന്നുള്ള ആളുകൾക്ക് അറിയില്ല. അത് ഇപ്പോൾ പറയുമ്പോഴായിരിക്കും പല പ്രേക്ഷകരും അല്ല സുഹൃത്തുക്കൾ പോലും അറിയുന്നത്. വളരെ അടുത്ത ആളുകൾ പറഞ്ഞുള്ളൂ തമിഴ് സിനിമയിൽ ഈ ഇത്രയും സിനിമ ചെയ്തപ്പോൾ തന്നെ അഭിനയിക്കാൻ കിട്ടുന്ന വലിയൊരു മഹാഭാഗ്യമാണ്. അത് എല്ലാവർക്കും കിട്ടണമെന്നില്ല. ഇപ്പോഴും മറ്റു ലാംഗ്വേജിൽ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന താരങ്ങളുണ്ടാവും. അതെൻ്റെ ഒരു ഭാഗ്യം എന്തിനാന്ന് വെച്ചാൽ എൻ്റെ ഗുരു എന്ന് വേണമെങ്കിൽ പറയും രാംദാസ് സർ, ഇളയരാജത്തെ ഡയറക്ടറിനായിരുന്നു. ആള് തമിഴത്തെ ഫസ്റ്റ് സിനിമ പിടിക്കുമ്പോൾ അന്ന് ഞാൻ നല്ല രീതിയിൽ അഭിനയിച്ച കാരണമാവാം ആൾ എന്നെ തന്നെ ചൂസ് ചെയ്തിട്ട് ലീഡെന്നു പറയാം. അതായത് ഇപ്പോൾ എൻ്റെ പെർസ്പെക്റ്റീവ് വെച്ച് നോക്കുമ്പോൾ ഞാൻ നല്ലൊരു മനുഷ്യനാവും. ശരത് കുമാർ സാറിൻ്റെ പെർസ്പെക്റ്റീവ് വെച്ച് നോക്കുമ്പോൾ ശരത് കുമാർ സാറാണ് ദ ഗുഡ് മാൻ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റുള്ളൊരു ഫിലിമാണ്. ആ സിനിമയാണ് ഇനി ഇറങ്ങാനുള്ളത്. യെസ്, അത് ഈ ജനുവരി 2026 ഒരു തുടക്കം വലിയ ഒരു സിനിമയുടെ ഭാഗമായിട്ടാണ്. ഇപ്പം ക്രിസ്മസ് കഴിഞ്ഞ് ഉണ്ണിയേശുവൊക്കെ പിറന്നു. ആ ഉണ്ണിയേശു ഇപ്പം എവിടെയാണ്, മസ്കറ്റിലെ വീട്ടിലും തൃശ്ശൂർ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അല്ലേ? 2026 നമുക്ക് പുറത്തേക്ക് വരികയാണ്. അങ്ങനെയാണല്ലേ പ്രതീക്ഷിക്കുന്നത്. ഇനി നമുക്ക് അഭിനയിക്കണമെന്ന് ഒത്തിരി പേരുണ്ട്. നമ്മൾ 3-4 സിനിമ ലഭിച്ചു. നമുക്ക് ഇനി ഒത്തിരി സിനിമ ചെയ്യണം. സിനിമയിൽ ആഗ്രഹിക്കുന്ന കഥാപാത്രങ്ങൾ ഒത്തിരി ഉണ്ടാകും മനസ്സിൽ. ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമകൾ കണ്ടു കഴിയുമ്പോൾ എനിക്ക് ഇത്തരം കഥാപാത്രങ്ങൾ കിട്ടിയാൽ ഒന്ന് ചെയ്താൽ കൊള്ളാമെന്ന് ഓർത്ത് കണ്ട സിനിമകളിൽ നിന്ന് റെഫറൻസ് എടുക്കുകയാണെങ്കിൽ ഏതെടുക്കും? അങ്ങനെ എടുക്കുമ്പോൾ എനിക്ക് ലോകയിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുമായിരുന്നു ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായി. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് അങ്ങനത്തെ ഒരു സൈഫൈ പ്ലസ് സൂപ്പർ ഹീറോ എന്നുള്ള സംഭവം എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു സംഭവം, നല്ല ഇഷ്ടമുള്ളൊരു കോൺസെപ്റ്റാണ്. അതെനിക്ക് അതിലൊരു ഭാഗമാവാൻ എനിക്ക് നല്ലൊരു ആഗ്രഹമുണ്ട്. ഇപ്പോൾ ലോക ചാപ്റ്റർ 1 അവസാനിച്ചിട്ടില്ല, ചാപ്റ്റർ 2, 3, 4, 5 ഒക്കെ ഉണ്ടാവും എന്ന് ഉറപ്പായിട്ടും. അപ്പോൾ
ഏതെങ്കിലും ഒരു ചാപ്റ്ററിലേക്ക് ഒന്ന് കയറി എത്താൻ പറ്റിയാൽ മതി. ദുൽഖർ സാറ് കേൾക്കുന്നുണ്ടെങ്കിൽ. പക്ഷെ പറഞ്ഞ പോലെ അങ്ങനെ ലോകയിൽ ഇപ്പോൾ ആ 3 പേരില് നെസ്ലൻ, ചന്തു, പിന്നെ ആ ചാൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ, സോറി. ആരുടെ നെസ്ലൻ്റെ ക്യാരക്ടറിനെ ചോദിക്കുന്നില്ല, അത് നെസ്ലൻ നെസ്ലൻ സൂപ്പറായിട്ട് ചെയ്തു. പക്ഷെ അവരാരെങ്കിലും ഒരു അത്യാവശ്യം നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ കളിക്കാൻ കൂടെ നടക്കാൻ അതന്നെ. അതെ. പിന്നെ കിഷ്കിന്ധ കാണ്ഡം എനിക്ക് അതിൽ പാകാവാൻ പറ്റുമായിരുന്നെങ്കിൽ, പക്ഷെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഇല്ല അതിൽ, അതാണൊരു പ്രശ്നം. അതിൽ പിന്നെ ഒരു ക്യാരക്ടർ ഉണ്ടാക്കി വരത്തേണ്ടി വരും. പക്ഷെ ആ സിനിമ തന്നെ അപ്പോൾ പിന്നെ ടോട്ടലി ചേഞ്ച് ആവുമായിരിക്കും. പിന്നെ ചെയ്യാൻ പറ്റിയ തോന്നിയൊരു, ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പേഴ്സണലി എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ, ഒരു ആക്ടർ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വേറൊരു ആക്ടർ ആ സ്ഥലത്തിനെ കാണാറില്ല. എന്താ വെച്ചാൽ അത് പെർഫെക്റ്റ് ആയെന്ന് വരില്ല. നമ്മൾ വിചാരിക്കുമ്പോൾ ഓക്കെ, ഇപ്പോൾ മമ്മൂട്ടി ചെയ്തൊരു കഥാപാത്രം മോഹൻലാൽ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറായാണ്, പക്ഷെ സൂപ്പറായെന്ന് വരില്ല. അങ്ങനത്തെ ഒരു, ഞാൻ അങ്ങനെ പേഴ്സണലി തിങ്ക് ചെയ്യുന്ന ഒരു ആക്ടർ. അത് ഓരോ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ആക്ടേഴ്സിനെ തന്നെ കാണാറില്ലോ. ഞാൻ പിന്നെ അങ്ങനെ ആലോചിക്കാറില്ല. പക്ഷെ ആ സിനിമേൻ്റെ ഒരു പാകമാവാൻ പറ്റായിരുന്നെങ്കിൽ വേറൊരു ക്യാരക്ടറായിട്ട് അത് ഞാൻ കുറേ ആഗ്രഹിക്കാറുണ്ട്. സിനിമകളിലെ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ ഇപ്പം ഇച്ചിരി റിസ്കിയാണ് സിനിമ. നിർമ്മാതാക്കൾക്ക് പ്രതിസന്ധിയുണ്ട്. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ഇപ്പം ഒന്നും ബിസിനസ് ആദ്യം തുടങ്ങും, OTT ബിസിനസ് നടക്കുന്നില്ല, സാറ്റലൈറ്റ് ബിസിനസ് ആദ്യമില്ല. സിനിമയൊക്കെ ഹിറ്റ് ആകുമ്പോഴുള്ളൂ, അല്ലെങ്കിൽ അത്രയും വലിയ സ്റ്റാർ കോസ്റ്റ് ഉണ്ടെങ്കിലുള്ളൂ സാറ്റലൈറ്റ് നടക്കുന്നത്. അത്ര ഒരു പ്രതിസന്ധി പോകുമ്പോൾ സിനിമകളുടെ എണ്ണം കുറയുന്നുണ്ട്. താങ്കളൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് ഇനിയും അഭിനയിക്കണം എന്നുള്ള ആഗ്രഹത്തിലേക്ക് വരികയാണ്. ആ എണ്ണങ്ങൾ കുറഞ്ഞു വരുമ്പോൾ ഒരു സങ്കടവും ഒക്കെ ഉണ്ടാകാറില്ലേ? ഉണ്ട് ഓഫ് കോഴ്സ്. അത് ആക്ച്വലി ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചുകൊണ്ടിരുന്നത് വേറെ ഒന്നുമല്ല. ഈ കാലഘട്ടത്തിൽ എനിക്ക് വരാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ ആദ്യം ചിന്തിച്ചിട്ടുണ്ടായി. വേറെ ഒന്നും കൊണ്ടല്ല. പണ്ടത്തെ കാലഘട്ടം എന്ന് വെച്ചാൽ ഒരു ആക്ടറിന് നല്ല ലുക്ക് ഉണ്ടാവണം, നല്ല ബോഡി ഉണ്ടാവണം, ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടം, അങ്ങനെയായിരുന്നു. പിന്നെ നമ്മളെ കട്ടപ്പനയിലത്തെ ഋത്വിക് റോഷൻ കഴിഞ്ഞിട്ടാണ് ആർക്ക് വേണമെങ്കിലും ഒരു നായകനാവാം എന്നുള്ളൊരു സ്റ്റേജിലേക്ക് എത്തിയ മലയാളം സിനിമയിൽ തന്നെ. അത്ര നാല് മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ്, പൃഥ്വിരാജ് ഇതുപോലെ ഓൾറെഡി നല്ല സ്റ്റാർഡും നല്ല ലുക്കും നല്ല ഹൈറ്റും അത്യാവശ്യം എല്ലാവരും ഒരു ആക്ടറായിരുന്നു, ഒരു നായകനായിട്ട് ഫുൾ ടൈം നടക്കണ്ടേ. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ആർക്കും എന്റെ ഒരു വിശ്വാസം അതാ, കട്ടപ്പന ഋത്വിക് റോഷൻ കഴിഞ്ഞിട്ടാണ് ആർക്ക് വേണമെങ്കിലും ഒരു കഴിവുള്ളവർക്ക് ആർക്കും നായകനാവാം എന്നുള്ളൊരു ഇതിലേക്ക് എത്തിയത്. അപ്പൊ ഞാൻ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ചോദിക്കാം, ഞാനൊരു നല്ലൊരു സമയത്ത് ഞാൻ കയറി വരുന്നത് എന്നൊക്കെ വിചാരിച്ചിരിക്കായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ സാറ് പറഞ്ഞ പോലെ ഇങ്ങനത്തെ വേറെ കുറെ കാര്യങ്ങളുണ്ട്, വേറെ എക്സ്റ്റേണൽ എന്താ പറയാ പ്രശ്നങ്ങളുണ്ട്. അത് കാരണം സിനിമയിലൊക്കെ കുറഞ്ഞു വരുന്നുണ്ടെങ്കിലും എനിക്ക് ഭാഗ്യത്തിന് കുറച്ച് ചാൻസുകളൊക്കെ കിട്ടി വരുന്നുണ്ട്. അത് കാരണം കുഴപ്പമില്ല. ഉറപ്പായിട്ടില്ല ഒന്നും. പക്ഷെ ഇപ്പൊ ഇങ്ങനെ എനിക്ക് 3 ഓഫേഴ്സ് കിട്ടിയിട്ടുണ്ട് മലയാളത്തിൽ തന്നെ അടുപ്പിച്ച്. ഇപ്പൊ 2026 തുടക്കം മുതൽ തന്നെ ഇങ്ങനെ കുറച്ച് ഷൂട്ടിംഗ് ഒക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതാ ഞാൻ ആദ്യം വേഗാണ്ട് ഉറപ്പായി കൺഫേംഡ് ആയിട്ട് തുടങ്ങട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരിക്കുന്നത്. ഇപ്പൊ പഠിക്കുന്നത് ഞാൻ അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസ്, BCom എന്ന് പറയും. പക്ഷെ അവിടെ ഇങ്ങനെ അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസ് എന്നൊക്കെ പറഞ്ഞ് ചെയ്ത്. എത്രാമത്തെ വർഷമാണ്? 3rd ഇയർ. അവിടെ പക്ഷെ 4 ഇയർ കോഴ്സ് ആയിരുന്നു. അപ്പൊ ഇനി 1.5 വർഷം കൂടി ബാക്കിയിരിക്കും. ഇനി 1.5 വർഷം ബാക്കിയുണ്ട്. ഈ 1.5 വർഷത്തിനെനിക്ക് ഇവിടെ സിനിമയും ചെയ്യണം. പ്രതീക്ഷയിൽ എത്ര പെട്ടെന്ന് ഇങ്ങനെ ആവും. അതാ. അമ്മ എന്ത് പറയാറുണ്ട്? അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. അമ്മയ്ക്ക് പൊതുവെ അമ്മയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ല. എൻ്റെ അമ്മയ്ക്ക് മാത്രമല്ല എല്ലാ അമ്മമാർക്കും അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അമ്മയ്ക്ക് എന്നറിയാലോ, അതാണ് അമ്മയ്ക്ക് അങ്ങനെ ടെൻഷൻ ഇല്ല. എന്നാലും അമ്മയ്ക്ക് പൊതുവെ ജനറലി ഈ ഫുൾ ഇൻഡസ്ട്രിയോട് അത്രയ്ക്കും താല്പര്യം ഇല്ല. എന്നാലും കുഴപ്പമില്ല, സപ്പോർട്ട് ഇല്ലായൊന്നുമില്ല, നല്ല സപ്പോർട്ടുണ്ട്. അമ്മയായാലും അച്ഛനായാലും എൻ്റെ 2 ചേട്ടന്മാരാണെങ്കിൽ 2 ചേട്ടന്മാരും ഇങ്ങനെ ഇടയ്ക്ക് ക്ലാസ്സസ് ഒക്കെ തരുന്ന പോലെ ഇനി ചിരിക്കാണ്ടിരിക്കാൻ നോക്കുക, ആ ഒരു ക്യാരക്ടർ ചെയ്യാൻ നോക്കുക, ഇത് ചെയ്യാൻ നോക്കുക. ഇവിടെ സിനിമ കാണുമ്പോൾ എൻ്റെ ചേട്ടന്മാരോട് ആരാ നീ അങ്ങനെയായിട്ട് അഭിനയിച്ച് കാണിച്ചു തന്നെ അത് കാണിച്ചു കൊടുക്കും അങ്ങനെ. അപ്പോൾ അവരിങ്ങനെ ചെറിയ ക്ലാസ് ഒക്കെ എടുത്ത് തരാറൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് എൻ്റെ ഫുൾ ഫാമിലീൻ്റെ സപ്പോർട്ടും അവരുടെ എല്ലാം ഹെൽപ്പും കാരണം. ഫ്രണ്ട്സൊക്കെ എന്ത് പറയാറുണ്ട്? ഫ്രണ്ട്സൊക്കെ നല്ല പ്രൗഡും ഹാപ്പിയൊക്കെ ആയിട്ടിരിക്കുന്നു. അവരിങ്ങനെ പൊങ്കാലയിൽ അവർ ശരിക്കും അറിയില്ലായിരുന്നു എൻ്റെ കഥാപാത്രം എങ്ങനെയായിരുന്നു. ഞാൻ അങ്ങോട്ടും പറയാനും പോയില്ല. അവർ ചോദിക്കുമ്പോൾ ഒക്കെ ഞാൻ പറയും തിയേറ്ററിൽ പോയിട്ട് കാണുമെന്ന് ഞാൻ പറയും. ഒന്നും ഞാൻ സ്പോയിൽ ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ അവരെല്ലാവരും കൂട്ടി തിയേറ്ററിലേക്ക് പോയി കണ്ടിട്ടുണ്ടായി. മസ്കരയിൽ പോയ ശേഷം ഒരാകെ ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു, എക്സൈറ്റഡ് ആയിരുന്നു.
നല്ല റിവ്യൂസ് ആയിരുന്നു അവരുടെ കിട്ടിയ. ലൈക്ക് അത് കാരണം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, അവരും നല്ല ഹാപ്പിയാണ്. അപ്പൊ ഇനി അടുത്ത പ്രൊജക്ട്സിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. ഗൾഫിലാകുമ്പം ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലുള്ളവരായിരിക്കും. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. ഇപ്പൊ തൃശ്ശൂരാണെങ്കിൽ തൃശ്ശൂരുള്ളവരാണല്ലോ സ്കൂളിൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ കോളേജിൽ. ഇപ്പൊ പല പല ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ളവരാണ് അവിടെ അല്ലെ, അങ്ങനെയാണല്ലോ വരുന്നത്. അത് എല്ലാവരും കൂടെ ഒരുമിക്കുവാണ് നിങ്ങൾ സിനിമ കാണുമ്പോൾ. അതാണ് അതിന്റെ ഒരു ഏറ്റവും പ്രത്യേകത. മറ്റേ തൃശ്ശൂർ പോകുമ്പോൾ നമ്മൾ തൃശ്ശൂരുകാർ മാത്രം പോകുന്നു, അവരെല്ലാവരും പല ജില്ലയിൽ നിന്നുള്ളവർ ഒരുമിച്ച് പോയി കാണുമ്പോൾ അവരൊരു മൗത്ത് പബ്ലിസിറ്റി ഉണ്ട് വേറെ. നമ്മുടെ കൂടെ പഠിച്ചാലോ അഭിനയിച്ചിട്ടുണ്ട് ഇന്ന സിനിമ, അത് ഒത്തിരി പോസിറ്റീവ് ആക്കിയിട്ടുണ്ടാവും അല്ലേ? ആക്കിയിട്ടുണ്ട് ആക്ച്വലി. അവരുടെ ഫാമിലീസൊക്കെ പോയി കാര്യങ്ങൾ, നാട്ടിലൊക്കെ ഫാമിലീസ് പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ചവര് ഇപ്പൊ നാട്ടിലേക്ക് വന്നവർ കുറെ പേരുണ്ട്. അവരുടെ കൂട്ടുകാരായിട്ട് പോയി കണ്ട കാര്യങ്ങളും ഒക്കെ അവർ എൻ്റെ അടുത്താണ് പറഞ്ഞിട്ടുണ്ട്, മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായി. അപ്പൊ അത് ആക്ച്വലി ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ലൈക്ക് എൻ്റെ കൂട്ടുകാരുണ്ട് വൈഷ്ണവ് പറഞ്ഞിട്ട്, അവൻ എത്ര കണ്ട് പേര് കൂട്ടി പോയിട്ടുണ്ട്. പിന്നെ ഇളയരാജയിലത്തെ എൻ്റെ വോയിസ് ഡബ് ചെയ്ത ചേട്ടൻ ബോബി ബിൻസ് എന്ന് പറഞ്ഞിട്ട്, അവൻ ബാംഗ്ലൂരിലാണ്. അവനായാലും അവിടെ കുറെ ഫ്രണ്ട്സിനും എല്ലാവരും കൂട്ടി പോയി സിനിമ കണ്ടു. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആവും. ലൈക്ക് നമ്മൾ ഒരിക്കലും പ്രതീക്ഷ ഉണ്ടായില്ല, പക്ഷെ അവരുടെ തന്നെയാണ് ഇത്ര സപ്പോർട്ട് കിട്ടുമ്പോൾ ലൈക്ക് പിന്നെ അവർ പറഞ്ഞു ഇനിയും കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും ലൈക്ക് ഒപ്പീനിയനും അതായിരുന്നു. നല്ല രീതിയിൽ പടം വന്നു, നല്ല രീതിയിൽ അഭിനയിച്ചു നീ എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ ഭയങ്കര ലൈക്ക് പ്രൗഡ് മൂവ്മെന്റ് പോലെയായിട്ട് എനിക്കും പേഴ്സണലി ഫീൽ ചെയ്തത്. അത് സാറ് പറഞ്ഞത് കറക്റ്റ്. ഈ നാട്ടിൽ ഫ്രണ്ട്സ് കുറവാണല്ലോ, നമ്മൾ ജനിച്ചത് അവിടെ മസ്കറ്റിൽ ജനിച്ച് അവിടെ പഠിച്ച് അവിടെ തന്നെയാണ് ഇപ്പോൾ താമസം. നാട്ടിൽ നമുക്ക് ഫ്രണ്ട്സ് ഇല്ലാത്തതിൻ്റെ ഒരു ദുഃഖമുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ നാട്ടിലേക്ക് വരുമ്പോ അത് ഫീൽ ചെയ്യാറുണ്ട്. ഫീൽ ചെയ്യില്ലേ? കുറവാ. ഞാൻ തൊട്ടടുത്തുള്ള വീട്ടിലത്തെ കുറച്ച് ചേട്ടന്മാരൊക്കെ ആയിട്ടുള്ള ഒരു പരിചയം, അല്ലാണ്ട് വേറെ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ലൈക്ക് ഫ്രണ്ട്സ് എന്ന് പറയാനായിട്ട് ആരും അങ്ങനെ ഇല്ല സത്യം പറഞ്ഞു. ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് ആരാണ് നാട്ടിലെത്തിയ? നാട്ടിലല്ല, ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ക്ലോസ് ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയാനായിട്ട് കെവിൻ ഉണ്ട്. അവനിപ്പോൾ മുംബൈയിൽ പഠിച്ചുകൊണ്ടിരിക്കുക. അരവിന്ദ് ഇപ്പോൾ പൂനെയിൽ പഠിച്ചുകൊണ്ടിരിക്കുക. പിന്നെ സ്വരൂപ് കർണാടകയിൽ പഠിച്ചുകൊണ്ടിരിക്കുക. പിന്നെ മസ്കിലുള്ളവർ തന്നെ അദ്വൈത്, അക്ഷയ്, പിന്നെ അമല എന്ന് പറഞ്ഞ പെൺകുട്ടി, ബാസില എന്ന് പറഞ്ഞ പെൺകുട്ടി. ഇവരൊക്കെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയാനായിട്ട്. നമുക്കൊരു ദുഃഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചില ആളുകളോട് നമ്മൾ തുറന്നു പറയും അല്ലേ? അങ്ങനെ പറയാൻ നമ്മൾ വിശ്വസിച്ച് പറയുന്ന ഫ്രണ്ട്സ് ആരാണ്? ഈ പറയുന്ന ഫ്രണ്ട്സുകളൊക്കെ ഓക്കെ, പക്ഷെ അങ്ങനെ ഒരാളുണ്ടാവും നമുക്ക് ജീവിതത്തിൽ? ഉണ്ട്. ഈ കെവിൻ ഉണ്ട്, അരവിന്ദ് ഉണ്ട്, അമലയുണ്ട്, അദ്വൈത് ഉണ്ട്. പിന്നെ എൻ്റെ അമ്മ, അച്ഛൻ, അവരെല്ലാവരോടും ഞാൻ തുറന്നു പറയാറുണ്ട്. എൻ്റെ വിഷമങ്ങളൊക്കെ ഞാൻ പറയാറുണ്ട്. നമ്മളൊന്ന് സമാധാനിപ്പിക്കാൻ എന്തെങ്കിലും നമുക്ക് ഒന്ന്, ചിലപ്പോൾ നമ്മുടെ മനസ്സൊന്ന് വേദനിക്കും ഇല്ലേ? മനുഷ്യരാണ് എല്ലാവർക്കും. അങ്ങനെ വേദനിപ്പിക്കുക, ഒന്ന് സമാധാനിപ്പിക്കാൻ ആരാണ് ഏറ്റവും അടുത്ത് വരുന്നത്? ഈ പറഞ്ഞ എല്ലാവരും വരും. എൻ്റെ ഈ പറഞ്ഞ ഫ്രണ്ട്സ്, അതായത് ബാക്കിയെല്ലാം ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെങ്കിലും ഞാൻ എല്ലാവരോടും എല്ലാ കാര്യങ്ങളും തുറന്നു പറയാറില്ല. പക്ഷെ ഈ പറയുന്നവരോട് അടുത്ത് പറയുമ്പോൾ ഭയങ്കര ഹെൽപ്ഫുൾ. ഇവരെല്ലാവരും ഭയങ്കര ലവിങ് ഫ്രണ്ട്സ് സത്യം പറഞ്ഞ. പിന്നെ വേറൊരുത്തനോട് ഉണ്ട്, രാജെന്ന് പറഞ്ഞിട്ട്. അവൻ ഹിന്ദിക്കാരനാണ്, പക്ഷെ നല്ല അടിപൊളി ബെസ്റ്റ് ഫ്രണ്ട് അവൻ. ലൈക്ക് നല്ല അടിപൊളി. ഇവരൊന്നും ഫ്രണ്ട്സിന് പറയാൻ പറ്റില്ല, ഇവർ അതൊക്കെ മേലെ ഞാൻ ഇവരെ ബ്രദേഴ്സിനെ വിളിക്കുക. അങ്ങനത്തെ ഒരു ലെവൽ ഓഫ് റിലേഷൻഷിപ്പാണ് നമ്മൾ തമ്മിലുള്ള. അത് ഭാഗ്യമുണ്ട് ഇങ്ങനത്തെ കുറച്ച് പേരെ കിട്ടാറ്. അതെ, അതും വലിയ ഭാഗ്യമാണ്. നമ്മൾ ഒരു സ്ഥലത്ത് ജീവിക്കുമ്പോൾ ഇത്ര ആളുകളെ ഒരുമിച്ച് കിട്ടുക എന്നുള്ള വലിയ ഭാഗ്യം തന്നെ. ഇവര് ഇപ്പൊ പറഞ്ഞ പോലെ ഹിന്ദിക്കാരൻ വരെ, ബോംബെക്കാരൻ വരെ ഉണ്ട്. ഡൽഹിയോ ബോംബെയോ? അവൻ ജനിച്ചത് ബാംഗ്ലൂർ, പക്ഷെ സെറ്റിൽഡും ബോംബെ. നമ്മുടെ ഫ്രണ്ടാണ്. ഇംഗ്ലീഷിലാണെങ്കിലും ദുഃഖങ്ങൾ പങ്കുവെക്കാം. മലയാളം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവന്റെ അടുത്ത് മലയാളം. പിന്നെ അവിടെ ആകുമ്പോൾ ഹിന്ദി എളുപ്പമാണ് അല്ലേ? അതെ, എനിക്ക് പക്ഷെ ഹിന്ദി ഇത്തിരി പാടാ, അത് കാരണം ഇംഗ്ലീഷിലെല്ലാം പറയാറ്. ഈ ചെന്നൈയിൽ ഷൂട്ട് പോകുമ്പം അവിടെ തമിഴാണല്ലോ, അവിടെ ലൈറ്റ്സ് ബോയ് ആണെങ്കിലും എല്ലാവരും തമിഴാണ് പറയുന്നത്. അത് പക്ഷെ അതൊരു യൂണിക്നെസ് ആണ് ഈ സിനിമേന്റെ. ക്രൂ മൊത്തം മലയാളികളായിരുന്നു. ഡയറക്ടർ സാർക്ക് വരെ മലയാളിയും കൂടെ ആയ കാരണം എല്ലാം മലയാളി അല്ല ലൈക്ക് കുറച്ച് പേര് ലൈക്ക് തമിഴന്മാരും, പക്ഷെ മിക്കവരും ഒരു 90% മലയാളികൾ തന്നെയായിരുന്നു. അത് കാരണം അത്ര അധികം പാടുപെട്ടെന്ന് വന്നില്ല. പക്ഷെ അസിസ്റ്റന്റ് ഡയറക്ടർമാരൊക്കെ തമിഴന്മാരൊക്കെ തന്നെയായിരുന്നു. പക്ഷെ അവർക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് അറിയായിരുന്നു, മലയാളവും അത്യാവശ്യം അറിയായിരുന്നു. അപ്പൊ അത് കാരണം കുഴപ്പമില്ല. തമിഴിലാണ് അഭിനയിച്ചത്. തമിഴ് ഡബ്ബിംഗ് എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? അല്ല, എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന്. എന്താ വെച്ചാൽ ഒന്നാമത്തിൽ ഇത്രയും ബുദ്ധിമുട്ടായി ഡബ്ബിങ് ചെയ്യാനായിട്ട്. എന്താ വെച്ചാൽ തമിഴ് അങ്ങനെ എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. പക്ഷെ ഡയലോഗൊക്കെ പറയുന്ന സമയത്ത് എനിക്ക് പറയാൻ പറ്റി. പക്ഷെ എനിക്ക് കറക്റ്റ് എക്സാമിൻ്റെ സമയത്ത് 12ാം ക്ലാസ് ആയിരുന്നു, ബോർഡ്സിൻ്റെ സമയമായിരുന്നു. അപ്പോൾ ഡബ്ബിങ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ആലോചിച്ചു പോലും ഇല്ല. ബോർഡ്സിന് വേണ്ടി വന്നു, പിന്നെ അതിനു വേണ്ടി മാത്രം ഫോക്കസ് ചെയ്തു. അങ്ങനെ തിരിച്ചങ്ങ് പോവായത്. അതെ.
എക്സാമിന് വേണ്ടി. അതെ അതെ. ഇനി ഉള്ള ആഗ്രഹത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? ഒരു സൂപ്പർ ഹിറ്റ് സിനിമയിൽ അഭിനയിക്കുക. ഒരു സീനാണെങ്കിലും അതെ. അത് സൂപ്പർ ഹിറ്റ് ആണ് നമ്മൾ അറിയണം. ആ ക്യാരക്ടറിനെ പുറത്തിറങ്ങുമ്പോൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മളാണ് ചെയ്തതെന്ന് മനസ്സിലാക്കണം. അതെ അതെ. അതാണ് ഏറ്റവും വലിയ ആഗ്രഹം അതാണ് ഏറ്റവും വലിയ ആഗ്രഹം. അല്ലേ? പൊങ്കാല ചെയ്തിട്ട് പൊങ്കാല കാണാൻ ഇറങ്ങി വരുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുടിയൊക്കെ വെട്ടിയിരിക്കുമല്ലോ. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായി ആൾക്കാർക്ക് മനസ്സിലാക്കാനായിട്ട്. പക്ഷെ കുറച്ച് പേര് അത്യാവശ്യം കുറച്ച് പേര് മനസ്സിലാക്കി അവരവരുടെ റിവ്യൂസ് ഒക്കെ ഒപ്പീനിയൻസ് ഒക്കെ വന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ അതൊരു നൈസ് ഫീലിംഗ് ആയിരുന്നു. പക്ഷെ അത് പോരാ, അതിനായിട്ടും വിലയ്ക്ക് പോകാം. ഒത്തിരി സന്തോഷം. 2026 ഗംഭീര വർഷമായി മാറട്ടെ. ഇനി നമുക്ക് തമിഴ് സിനിമ ഇറങ്ങിയിട്ട് ഇങ്ങനെ നമുക്കൊന്നിരിക്കാം, തമിഴ് സിനിമ കണ്ടിട്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം. ഫാമിലിയുടെ സപ്പോർട്ട് ധൈര്യമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ കട്ടയ്ക്ക് ഇരിക്കുന്ന കുറേ ഫ്രണ്ട്സ്, അവരുടെയൊക്കെ ഒരു സുഹൃത്ത് പോലെയാണ് ജീവിക്കുന്നത്. ആ സുഹൃത്തിൻ്റെ വിജയത്തിന് എല്ലാവരും കൂടെ ഉണ്ടാവും, ഞാനും ഉണ്ടാവും, നമ്മുടെ കമ്പനിയും ഉണ്ടാവും. ഒത്തിരി സന്തോഷം. താങ്ക് യു സർ. താങ്ക് യു.